ഇപ്പം താങ്കളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഗാന്ധിജിയുടെ ഒരു പ്രസിഡൻസ് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ പോയി പൊളിറ്റിക്കലി ആക്റ്റീവായി അവിടെ ഒരുപാട് വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശേഷം തിരിച്ച് നാട്ടിലേക്ക് എല്ലാം കളഞ്ഞു വന്ന് ഇവിടെ ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയ ഒരാളാണ്. അതുപോലെ ഗാന്ധി മാർഗത്തിൽ സ്വന്തം നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ഗാന്ധി മാർഗത്തിലാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അതായത് ഞാൻ ഏതാണ്ട് ബ്രിട്ടനിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. കാരണം എൻ്റെ പിള്ളേർ ചക്കലം കൂടെ വലുതാണ്. അവർ വരത്തില്ല. വൈഫ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് കമ്പനി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നെ ഇതിൻ്റെ പ്രശ്നം എന്നറിയാം, ബാബു പ്രവാസിയായതുകൊണ്ട് ബാബുവിന് കുറച്ചൊക്കെ അറിയാം, ആയിരുന്ന കാരണം കുറച്ചൊക്കെ അറിയാം. ഈ പ്രവാസത്തിന് ഒരു ട്രോമയുണ്ട്. ഇത് ഭയങ്കരമാണ്. നമ്മൾ എന്തോരം പൈസ ഉണ്ടാക്കിയാലും എന്തോരം പണം ഉണ്ടാക്കിയാലും നാളെ ഞാൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയാലും പ്രവാസത്തിൻ്റെ ഒരു ട്രോമ ഇത് ഭയങ്കരമാണ്, ഭയാനകമാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും ഗുരുതരമാണ്. എന്തുകൊണ്ടാണ് എന്നെ പ്രവാസിയാക്കിയത് ഇവിടുത്തെ സിസ്റ്റമാണെന്ന് വിശ്വസിക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ട് ഇവിടെ. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഈ അച്ഛനുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഞാൻ അച്ഛനോട്. അപ്പോൾ 2 കപ്പിൾസ് ഈ ബാക്ക് ഓഫ് ദി ചർച്ചിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ അത് പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ ഓക്കെ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വന്നപ്പോഴത്തേക്ക് സാറേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും എൻ്റെ മലയാളികളാണ്, കോഴിക്കോട്ട്. അവരെൻ്റെ അടുത്ത് വന്ന് കപ്പിൾസാണ്. അപ്പോൾ ഇങ്ങനെ സാറേ ഞങ്ങൾ സാറിൻ്റെ എല്ലാം കാണുന്നുണ്ട്, സാറിനെ പോലെ ഒരാളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഹോപ്പ്, പല സ്ഥലങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സാറ് കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ എന്നോട് പറയുകയാണ്, സാറേ ഞാൻ നാട് മിസ് ചെയ്യും സാറേ, എൻ്റെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നു, എൻ്റെ വീട് മിസ് ചെയ്യുന്നു, എൻ്റെ പേരൻസിനെ മിസ് ചെയ്യുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് സാറേ, പക്ഷേ എങ്ങനെ പോകും സാറേ? അപ്പം ഞാൻ ചുമ്മാ അവിടെ എടുത്ത് ചോദ്യം, ഒരു 35,000 രൂപ ശമ്പളം, അവർ 2 പേരും നേഴ്സുമാരാണ്, 32,000 ഒരു 20,000-30,000 രൂപ ശമ്പളം, ബ്രിട്ടനിലെ പോലെ ഒരു NHS സിസ്റ്റം, അതായത് ഈ ഫേസ്ബുക്കിലൂടെ യാചിക്കാതെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം, പബ്ലിക് ഹെൽത്ത് കെയർ, ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, പോലീസിങ്. അതായത് ഇവിടുത്തെ ഈ പിള്ളേർ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ പോലീസിങ്. ഇവിടെ പോലീസാണ് ജഡ്ജി, ജൂറി ആൻഡ് എക്സിക്യൂഷണർ. കോർട്ടിനൊന്നും ഒരു റോളുമില്ല. അതാണ് ആദ്യം അഴിച്ചു പണിയേണ്ടത്.